ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഞായറാഴ്ച ദിവസം എടുത്ത് വെച്ച വീഡിയോയാണ്. ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ജിംബ്രൂട്ടി ആണെങ്കിൽ ഇവിടെ വന്ന് എന്തൊക്കെയോ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചപ്പാത്തി പലകയുണ്ട്. ആ ചപ്പാത്തി ഞാനാണെങ്കിൽ ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അകത്തോട്ട് പോയപ്പോഴേക്കും ആൾ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുകയും ചപ്പാത്തി പരത്തുകയും ഒക്കെ കാണിക്കുക കേട്ടോ. കുറേ പാത്രങ്ങൾ ഇങ്ങനെ ഇരുന്ന് പോകുന്നു. ഞാനാണെങ്കിൽ അത് മിക്കപ്പോഴും ഓർക്കും എടുക്കണം, തുടയ്ക്കണം, ഒക്കെ വെക്കണമെന്നൊക്കെ, സൂക്ഷിച്ച് വെക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുവേ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു കുക്കറുണ്ടായിരുന്നു. ആ കുക്കറാണെങ്കിൽ വെച്ചിരുന്ന ബേസ് ബോർഡ് അതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ ഇരുന്ന ബേസ് ബോർഡ് മുഴുവൻ നനഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അത് നേരത്തെ എടുത്ത് സൂക്ഷിച്ച് വെക്കാമായിരുന്നു എന്ന് ഞാൻ ഓർത്തതേ. ഇപ്പം 2 പേരും കൂടെ വന്നിട്ട് എൻ്റെ പണിയെ എല്ലാം ഞാൻ എന്ത് പണി ചെയ്താലും അതിൻ്റെ എല്ലാം നടുക്ക് ഇവർ 2 പേരും കാണും കേട്ടോ. ഇവർ 2 പേരും ഇല്ലാത്ത എന്ത് പണിയാണ് ഉള്ളതല്ലേ. അപ്പം അവരങ്ങനെ പാത്രമൊക്കെ എടുക്കുന്നു. കുഞ്ഞതാണെങ്കിൽ പാത്രമൊന്നും ചളുക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ അവിടെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പോൾ എൻ്റെ പണി എന്ന് പറയുന്നത് അവരങ്ങനെയൊക്കെ കളിക്കട്ടെ. അപ്പം എൻ്റെ പണി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഈ പാത്രങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കുക. കുറേ പാത്രങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ പോക്കാവും. ഇപ്പം ഞാനാണെങ്കിൽ ഇത് തുടയ്ക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. എന്നാലും ഞാനങ്ങ് തുടച്ചെടുക്കുകയാണ്. ഇതാണെങ്കിൽ ഈ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പാത്രങ്ങളെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പിന്നെ എൻ്റെ അമ്മ മേടിച്ച് തന്ന പാത്രങ്ങളൊക്കെയാണ്. അത് കാരണം എനിക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളോട് നമുക്ക് സ്നേഹം കൂടുതലാണല്ലോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന പാത്രങ്ങളോടെല്ലാം എനിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഇത് അമ്മ മേടിച്ച് തന്ന പാത്രമാണ്. നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പിള്ളേർ പഠിക്കുന്നവർ MBAക്കാരാന്ന് തോന്നുന്നു, ഇങ്ങനെ കൊണ്ടുവരത്തില്ലേ, വൈകിട്ട് വരത്തില്ല, അവിടെ നിന്ന് മേടിച്ചത് അത് കേട്ടോ. പിന്നെ ഈ കുക്കറൊക്കെ എല്ലാം ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് കാരണം ഇത് ഇരുന്ന് പോകുമെന്നുള്ളൊരു പേടിയും വിഷമവും. ഇപ്പോൾ ഇത്രയും കുക്കറിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനൊരു കുക്കർ എടുക്കുക, ഉപയോഗിക്കുക, അങ്ങനെയാണ്. ചിലപ്പോൾ ഈ സെയിം 2 കുക്കർ ഞാൻ രണ്ടും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഈ 2 കുക്കറ്, പിന്നെ ഈ പാത്രത്തിനകത്ത് ഞാൻ കപ്പലണ്ടി ഇട്ട് വെച്ചിരുന്നതാണ്, എടുക്കാറേ ഇല്ല, മറന്നു പോകും. ഒന്നാമത്തെ കാര്യം മറവി, ഒരു കാര്യം ഓർക്കത്തില്ല. ഈ പാത്രങ്ങളൊക്കെ തന്നെ തുടച്ച് ഒന്ന് നല്ലോണം വെക്കണമെന്നൊക്കെ വിചാരിച്ചാൽ കാണുമ്പോൾ ഓർക്കും, പിന്നെ ആ കാര്യം മറന്നു പോകും. ഭയങ്കര മറവിയാണ് കേട്ടോ. അൽഷിമേഴ്സ് വല്ലതും ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും എനിക്ക് നല്ല മറവിയുണ്ട്. ഒരു കാര്യവും ഓർക്കത്തില്ല ഞാൻ, മിക്ക കാര്യവും ഞാൻ മറന്നു പോകും. അപ്പം അങ്ങനെ ഈ പാത്രം കൂടെ തുടച്ച് വൃത്തിയാക്കി അങ്ങ് വെക്കുക. പിന്നാണെങ്കിലില്ലേ, ഇത് ഈ ചോറ്റുപാത്രം കണ്ട, ഈ ചോറ്റുപാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം പോയിട്ട് വന്നപ്പം കറിയൊക്കെ കൊണ്ടുവന്നേ കേട്ടോ. അങ്ങനെ കറിയോ എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ വരാറുണ്ട്. അതല്ലാതെ അത് പോരാ നേരത്ത് മാതാജി പറഞ്ഞു, എടുത്തോ മോളെ, നീ അതങ്ങ് എടുത്തോ. ഒന്ന് പുത്തനാണ് ചോറ്റുപാത്രമായിരുന്നു. പിന്നെ ഈ ഉരുളിയൊക്കെ ഉപയോഗിക്കുന്ന ഉരുളിയാണ്, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കും. പിന്നെ ഈ ചപ്പാത്തി പ്രസ് ഇതൊക്കെ ആണെങ്കിൽ ഇല്ല, ഇതൊന്നും ഞാൻ കണ്ടില്ല. ആ കുക്കറിൻ്റെ ഒക്കെ കൂടി ഇരിക്കുമായിരുന്നു. വെള്ളം ഇതിൻ്റെ മുകളിൽ വീണ് പാതകത്തിൻ്റെ ഒരു വശം ചോരുന്നുണ്ട്. അപ്പോൾ ഞാൻ പാദത്തിൻ്റെ അടിയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഭിത്തിയിൽ വെള്ളം ഇറങ്ങുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയോ വെള്ളം വീണ് എന്തായാലും ഇതിൻ്റെ ഒരു വശം കണ്ടോ, അവിടെ അങ്ങ് പോക്കായി, അടർന്ന് വരുന്ന രീതിയിലായത്. എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല. പുത്തൻ സാധനമാണ്. അങ്ങനെയെന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇത് കേട്ടോ. അപ്പോൾ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് വെച്ച് എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല, അതൊക്കെ പോക്കായി. വീട്ടിൽ നിന്ന് തരുമ്പോൾ നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ ജീവനോടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാകത്തില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ തരാൻ ആളുണ്ടല്ലോ അല്ലേ, നമുക്കതൊരു സന്തോഷമല്ലേ, അവർക്കും അതൊരു സന്തോഷമാണ്. ഈ കുക്കറാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ വെള്ളം വീണ് എന്തൊക്കെയോ പറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. കുറേ വെള്ളം എടുക്കാതിരുന്നാലും ഈ പാത്രങ്ങളായാലും എന്ത് സാധനമായാലും ഉപയോഗിക്കാതിരുന്നാലും പെട്ടെന്ന് പോകും എന്നൊക്കെ പറയുന്ന കേൾക്കാം. എന്തായാലും ഈ കുക്കർ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. വലിയ കുക്കറാണ് കേട്ടോ, അത് കാരണമാണ് ഉപയോഗിക്കാതെ. വലിയ കുക്കറാണ്. ഇതിൻ്റെ വെയിറ്റിൻ്റെ കവറൊന്നും എടുത്ത് മാറ്റിയിട്ട് പോലുമില്ല. അപ്പം ഈ കുക്കർ ഇങ്ങനെ ഇരുന്ന് വെള്ളമൊക്കെ വീണ് പോകുന്ന കണ്ടപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്, പക്ഷെ അത്
എൻ്റെ ശ്രദ്ധക്കുറവാണ് ശരിക്കും അത്. പിന്നെ അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതിയേ. അപ്പം മാതാജിക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ വയ്യാതായി കേട്ടോ. അത് കാരണം എനിക്കിങ്ങനെ തന്നു വിടുന്നതാണേ. തീരെ വയ്യാതായി, പാചകം ചെയ്യാനും അങ്ങനെ വയ്യാതായി. പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ എനിക്ക് തന്നു വിടും. ചായപാത്രം, ഇത് കുറുക്കുണ്ടാക്കുന്ന കുഞ്ഞിൻ്റെ മൂത്ത കുട്ടിയുടെ ജിംറൂട്ടിയുടെ ഏതാണ്ട് 6 മാസം കണ്ടായപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് കൊണ്ടുപോരുന്നതാണ്. ഇപ്പോഴും ഇത് തന്നെയാണ് കുറുക്കുണ്ടാക്കാൻ രണ്ടാമത്തെ ആൾക്കും ഉപയോഗിക്കുന്നത്. ജിംറൂട്ടനും ഈ പാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചോറും കറിയൊക്കെ കഴിച്ച് തുടങ്ങുമ്പോഴേക്കും സാധാരണ ആയിട്ട് ഇപ്പം കുറുക്കിൻ്റെ ഇല്ലാതെ വരുമ്പോൾ നമ്മളിതങ്ങ് മാറ്റി വെക്കും. അങ്ങനെ സൂക്ഷിച്ച് വെച്ച പാത്രം അത് കേട്ടോ. ഈ പാത്രവും ഈ പ്രാവശ്യം കൊണ്ടുവന്ന പാത്രം കേട്ടോ. നല്ല പാത്രമാണ്. ഇതൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഇരുന്ന് പോകാതിരിക്കാനാണ് സൂക്ഷിച്ച് വെക്കുന്നത്, ഇടയ്ക്കെടുത്ത് തുടച്ച് വെക്കുന്നത്. അപ്പോൾ ഈ പാത്രം അങ്ങനെ കൊണ്ടുപോരുന്നു. ഈ പാത്രം കണ്ടോ? ഈ പാത്രവും വീട്ടിൽ ചെന്നപ്പം മറ്റേ കുറുക്കുണ്ടാക്കുന്ന പാത്രം തന്ന കൂട്ടത്തിൽ തന്നെ കുറുക്കുണ്ടാക്കിയിട്ട് കുഞ്ഞിനെ എടുത്ത് കൊടുക്കാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് കുറുക്കോ അങ്ങനെയുള്ള എന്ത് ആഹാരമായാലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഈ പാത്രം എടുത്തോന്നും പറഞ്ഞിത് തന്നു വിട്ടതാണ്. ഇത് ഇപ്പം എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായി കേട്ടോ. 5 വർഷം ആയിട്ടുണ്ട് ഇത് ഇരിക്കാൻ. പുത്തനോടെ തന്നതാണ് കേട്ടോ ഇതെല്ലാവേ. പിന്നെ ഈ പാത്രം ഇത് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാൻ നല്ല പാത്രമാണ്. ചപ്പാത്തിക്ക് പുട്ടിനൊക്കെ നനയ്ക്കാൻ നല്ല വലിപ്പമുള്ള പാത്രം. ഇത്ര 2 എണ്ണം ഉണ്ട്. 2 ഇങ്ങി കൊണ്ടുപോരുന്നു. ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഒന്നുകൂടി ഇങ്ങി കൊണ്ടുപോരുന്നു. അങ്ങനെ കണ്ട, ഇതാ വലുതുകൂടി ഞാനിങ്ങി കൊണ്ടുപോരുന്നു. ഇത് എടുക്കുന്നില്ല. ഇത് 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. 1 എണ്ണം മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനകത്താണ് ഉള്ളി അരിയിൽ, സവോള അരിയിൽ അരിഞ്ഞിടുന്ന എല്ലാ സാധനം, കറിക്കുള്ള എല്ലാം അരിഞ്ഞിടുന്നതൊക്കെ. ഇനി ചപ്പാത്തി പലകൊക്കെ അവിടുന്ന് കൊണ്ടുവന്നതാണ്. കുറേ ചപ്പാത്തി പലകയുണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അങ്ങ് വീട്ടിൽ വെച്ച് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഞാനിങ്ങി കൊണ്ടുപോരുന്നു. ഇപ്പോൾ അവർ ചപ്പാത്തി ഉണ്ടാക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങി കൊണ്ടുപോരുന്നു. കണ്ടോ, അങ്ങനെ ചപ്പാത്തി പലക തന്നെ 2-3 എണ്ണം ഉണ്ട് കേട്ടോ. 3 ചപ്പാത്തി പ്രസർ അങ്ങനെ. സാധാരണ ചപ്പാത്തി പലകയാണ്, ചെറുതാണ്. കുറേ നാളായതാണ് കേട്ടോ ഇത്. കുറേ നാൾ പഴക്കമുണ്ട്. ഇതൊക്കെ ഞാൻ ഇത് പൊടിയിട്ട് വെച്ചിട്ട് പിന്നെ രണ്ടാമത് പൊടി ഇടാതെ മാറ്റി വെച്ചപ്പോൾ ഒക്കെ പൂപ്പലായതാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി ഞാൻ എടുത്ത് മാറ്റി വെച്ച്. എന്തിനാ അതൊക്കെ നശിപ്പിച്ച് കളയുന്നത്? ഇതുണ്ടോ, ഇത് ഉള്ളിക്കൊട്ടയായിട്ട് എനിക്ക് മേടിച്ചു തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് തൂക്കുപാത്രം. നമുക്ക് ചോറൊക്കെ എവിടോട്ടേലും പോകണമെങ്കിൽ ചോറൊക്കെ കൊണ്ടുപോകാം. തൂക്കുപാത്രം പണ്ടത്തെ പാത്രങ്ങളല്ലേ, പണ്ടത്തെ ഫാഷനും പണ്ടത്തെ പാത്രങ്ങളൊക്കെ. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ കാണാൻ തന്നെ ഒരു സന്തോഷമാണ് നമുക്ക്. അങ്ങനെ ഈ പാത്രമാണെങ്കിൽ അയ്യോ, എനിക്ക് ഈ പാത്രം ഓർക്കുമ്പോൾ ഈ ചീനച്ചട്ടി ഇതെല്ലാം പുതിയതായിരുന്നു കേട്ടോ. ഇതൊക്കെ ചീനച്ചട്ടി പോലത്തെ ഈ പാത്രം ഇത് ഞാനങ്ങനെ അടുപ്പയിലൊന്നും വെക്കത്തില്ല. ഈ ചപ്പാത്തി പലക കണ്ടോ, ഇതൊക്കെ പുതിയതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അങ്ങോട്ട് പൊട്ടിച്ച് അതിൻ്റെ ആ കവറ് പൊട്ടിച്ച് അങ്ങോട്ട് എടുത്തത്. ഇതുവരെയും ആ കുക്കറിൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു, വലിയ കുക്കറിൻ്റെ കൂടെ തന്നെ. ഇതാണ് കുറുക്കുണ്ടാക്കുന്ന പാത്രമെന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ്. അങ്ങനെ കുറേ തവികളെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന കുറേ തവികൾ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോരുന്നു. ഞാൻ ഉപയോഗിക്കട്ടെ. ഇത് കണ്ട, ഇത് മറ്റേ തൈരും ഒക്കെ കലക്കുന്ന സാധനം. മുട്ട ഇങ്ങനെയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റും, നല്ലതാണ് കേട്ടോ. ഇതിലാണ് മുട്ടയൊക്കെ ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഇതും മാതാജി മേടിച്ച് വെച്ച സാധനങ്ങളൊക്കെയാണ്. അവിടെ ഇങ്ങനെ പൊടി പിടിച്ചിരുന്നു. ഞാനിങ്ങനെ കൊണ്ടുപോരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ പെണ്ണിൻ്റെ കുഞ്ഞിലെ അതിലെടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പാത്രമേ ഇതൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കും, ഇടയ്ക്ക് ഉപയോഗിക്കാതെ എടുത്ത് വെക്കും. അപ്പം ഇതിനകത്ത് കണ്ടൊക്കെ പൊടി അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെള്ള പാത്രമാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതിൻ്റെ ഒരു വശത്തെ പിടി വാവ് താഴോട്ട് പാത്രം എടുത്ത് എറിഞ്ഞു.
എന്ത് വെച്ചാലും താഴെ എടുത്ത് കളയും. അങ്ങനെ കളഞ്ഞപ്പം അത് ഒടിഞ്ഞു ഒരു വശം. നല്ല ഭംഗിയുള്ള പാത്രമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത്. ഇത് ഈ പാത്രം കണ്ടോ? ഈ പാത്രം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാത്രമാണ്. 2 വശത്തും പിടിയുള്ള നല്ല രസമാണ് ഇത് കാണാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രങ്ങളോട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉള്ളൊരിതാണ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഇത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഇത് ഒത്തിരി ബ്ലേഡുണ്ട്. ഇതെല്ലാവർക്കും അറിയാമെന്നൊക്കെയല്ലേ, ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഇത് ഇവിടെ ഭയങ്കര കളിയൊക്കെയാണ്. 2 പേരും പാത്രത്തിലൊക്കെ 2 പേരും ഞെക്കി കളിയാണ്. പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ കൊണ്ട് എടുത്തുകൊണ്ട് പോകണം. കണ്ടോ? പോകാൻ ടാറ്റ പറഞ്ഞേ, 2 പേരും ടാറ്റ പറഞ്ഞേ. വാവ ആർക്കാ ടാറ്റ പറഞ്ഞേ? താങ്ക് യു സോ മച്ച് അല്ലേ. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ, ബൈ. ബൈ.